ബൈക്കിൽ രണ്ടാമത്തെ ദിവസമായിട്ട് മേഘാലയയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഒരു 100 കിലോമീറ്ററും കൂടെ ഓടാനുണ്ട് കേട്ടോ. ഇന്നലെ ഉറക്കം വന്ന സമയത്ത് രാത്രി അവിടെ പെട്രോൾ പമ്പിൽ സൈഡിലേക്ക് കിടന്നുറങ്ങി. അപ്പോൾ ഇന്ന് എന്തായാലും നമ്മളവിടെ എത്തും. ഒരു 2-2.5 മണിക്കൂർ കൊണ്ട് അവിടെ എത്തും. പിന്നെ റോഡ് പണി നടക്കുന്നുണ്ട് ഇഷ്ടംപോലെ, ഫുൾ റോഡ് പണിയാണ്. അതുകൊണ്ട് നമുക്ക് ആ ഒരു സ്പീഡ് ലിമിറ്റിലേ പോകാൻ പറ്റുള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല. പിന്നെ ഏതൊക്കെയോ ഗ്രാമത്തിലാണ് പോകുന്നത്, വളരെ ആൾക്കാരെല്ലാം കുറഞ്ഞ പ്രദേശങ്ങളാണ്. നമ്മളെ നാട്ടിലെ റോഡ് പണി നടക്കുന്ന അതേ അവസ്ഥ കേട്ടോ. ഫുള്ള് ഡൈവേർഷൻസ് കാര്യങ്ങളാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൊണ്ടിരിക്കണം. ഇടക്കിടക്ക് നല്ല റോഡൊന്ന് സൂചിപ്പിക്കാൻ തരും, അത്രയേ ഉള്ളൂ. അതിനിടയ്ക്ക് ഓരോരുത്തർ ഇതേപോലെ കയറും. അങ്ങനെ നമ്മളിതാ തുറ എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്കാണ് കേട്ടോ പോകുന്നത്. മേഘാലയയിലെ ഒരു ചെറിയ വില്ലേജാണ്, അങ്ങോട്ടാണ് പോകുന്നത്. ആ ഭാഗമെല്ലാം തീർത്തിട്ട് നമുക്ക് ബംഗ്ലാദേശ് ബോർഡറെല്ലാം കണ്ടിട്ട് നേരെ പിന്നെ നമ്മുടെ ചിറാപുഞ്ചി സൈഡിലെല്ലാം പോകാന്ന് വെച്ചിട്ടോ. നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ജസ്റ്റ് ആ ഹൈവേ പണി നടക്കുന്ന റോഡ് കഴിഞ്ഞൊരു നല്ല റോഡ് കിട്ടിയട്ടോ, സന്തോഷം. നമ്മളെ ഏകദേശം ആസാം ഇങ്ങോട്ട് ബോർഡറിലെത്തി കേട്ടോ. മേഘാലയ ബോർഡറിലാണ് ഉള്ളത്. ഒരുപാട് കൃഷി സ്ഥലങ്ങൾ കേട്ടോ ഇവിടെ ഫുള്ളുള്ളത്. ഫുള്ള് നെൽകൃഷി കാര്യങ്ങളൊക്കെ ഒരുപാട് ചെയ്യുന്നുണ്ട്. വേറെ കാര്യമായിട്ടൊരു പിന്നെ ഉപജീവന മാർഗമൊന്നും ഇല്ല കേട്ടോ ഇവിടെ. ഒരുപാട് നെൽപ്പാടങ്ങൾ കാണാൻ പറ്റും. ഫുള്ള് നെൽകൃഷി ആട്ടോ, ഇഷ്ടം പോലെ. ഇവിടെ ഫുള്ള് കർഷകരാണ്, ഞാറെല്ലാം നടന്ന് കാണാം. അങ്ങനെ നമ്മളിതാ ആസാമും മേഘാലയ ബോർഡറിലെത്തി. നമ്മളിതാ മേഘാലയയിലേക്ക് കിടക്കുക കേട്ടോ. ഇതിനപ്പുറത്തേക്ക് മേഘാലയാണ്. വെൽക്കം ടു മേഘാലയ ബോർഡ് കാണാൻ പറ്റും. പിന്നെ ഇവിടുന്ന് നമ്മൾ തുറ എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്ക് കേട്ടോ ഫസ്റ്റ് പോകുന്നത്. തുറയിലേക്ക് ഇനി 78 കിലോമീറ്ററേ ഉള്ളത്. നേരെ വിടുക കേട്ടോ. 23ാമത്തെ സംസ്ഥാനമായിട്ടാണ് നമ്മൾ കയറിയത്. മേഘാലയയിലേക്ക് എൻട്രി ഇട്ടിട്ടുണ്ട്. ഇനി മേഘാലയയിലെ കിടിലൻ കാഴ്ചകൾ കേട്ടോ, ഇഷ്ടം പോലെ കാണാനുണ്ട്. മേഘാലയയിൽ നല്ല അടിപൊളി സ്ഥലങ്ങൾ ഒരുപാടുണ്ട്. എല്ലാം എന്താ പറയുക, വാട്ടറിൻ്റെ ഇതാണ് കേട്ടോ. നമ്മുടെ വാട്ടർ സ്പോർട്സ് കുറേ സാധനങ്ങളുണ്ട്. ദൗക്കലം പോലത്തെ കുറച്ച് നല്ല കിടിലൻ സ്പോട്ടുകളുണ്ട്, തോണിയെല്ലാം പോകാൻ പറ്റിയ. അതൊക്കെ വെസ്റ്റ് ബംഗാൾ ബോർഡറാണ്. എന്തായാലും നമ്മൾ പോകുന്നുണ്ട് എല്ലായിടത്തും. അതിൻ്റെ എല്ലാം കാഴ്ചകളിലായിട്ട് വരാം കേട്ടോ. എന്തായാലും മുന്നോട്ട് ആദ്യം നമുക്ക് ഇങ്ങോട്ട് പോയി നോക്കാം. ഇവിടെ എന്താ കാണാനില്ലെന്ന് എനിക്കറിയില്ല. ഒരു ഫ്രണ്ട് സജസ്റ്റ് ചെയ്ത കേട്ടോ, നമ്മുടെ വിഷ്ണു ബ്രോ സജസ്റ്റ് ചെയ്താണ്. അപ്പം ഞാൻ അങ്ങോട്ട് പോവാണ്. ഒരു വില്ലേജാണ്. ഞാൻ ഗൂഗിൾ നോക്കിയ സമയത്ത് വില്ലേജും കുറച്ച് നല്ല പിന്നെ കുറച്ച് റൂറലായിട്ടുള്ള ഏരിയ ആണ്. എന്തായാലും പോയി നോക്കാം. ഇഷ്ടംപോലെ മുളകൾ കാണാം കേട്ടോ. ഇവിടുത്തെ മെയിൻ ബിസിനസ് മുളയാണ്. മുള ഇവിടുത്തെ മുറിച്ചിട്ട് കൊണ്ടുപോയിട്ട് നമ്മുടെ ഡൽഹി സൈഡിലൊക്കെ മുംബൈ അങ്ങോട്ടെല്ലാം കൊണ്ടുപോകുന്നുണ്ടെന്ന് പറഞ്ഞേ. ഇവർക്ക് ഇവിടുന്ന് ഒരു മുളക്ക് ഏകദേശം ഒരു 40-50 റുപ്യ കിട്ടും. ആടെല്ലാം 10-60 റുപ്യ വില ഉണ്ടെന്ന് പറഞ്ഞേട്ടോ. ഒരുപാട് കാണുകൾ ഫോറസ്റ്റിലൊക്കെ ഇഷ്ടംപോലെ സാധനങ്ങൾ മുറിക്കാനുണ്ട്. അപ്പോൾ അവർ മുറിച്ചിട്ട് ഇത് കൊടുക്കൽ തന്നെ ഇവരുടെ മെയിൻ പരിപാടി. അത് ആസാമിൽ കുറേ സ്ഥലത്തുണ്ട് കേട്ടോ. ഇവിടെ ഒരുപാട് നെൽകൃഷി കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഒരുപാട് കൃഷിയുണ്ട്. നെല്ലാണ് മെയിനായിട്ട് കണ്ടത്. ഇതുപോലെ ഒരുപാട് കൃഷി സ്ഥലങ്ങൾ കാണാൻ പറ്റും. നമ്മുടെ നാട്ടിലെ പോലെ ഇത്രയും നെല്ല് കൃഷി ചെയ്തിട്ടുണ്ട് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. ഈ ഭാഗത്ത് ഭയങ്കരമായിട്ട് അധികമാണ് കേട്ടോ. കുറേ എല്ലാം കൃഷിക്കാരാണ്. ഇവർക്ക് മെയിനായിട്ട് അത് തന്നെയാണ് വരുമാനം, വേറെ ഒന്നും കാര്യമായിട്ടൊന്നും ഇല്ല.
അപ്പോൾ എല്ലാം കൃഷിക്കാർ. അങ്ങനെ നമ്മൾ 23ാമത്തെ സംസ്ഥാനമായ മേഘാലയ കയറിയിട്ടുണ്ട് കേട്ടോ. മേഘാലയാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇവിടെ പാടത്ത് കുറേ പണിയൊക്കെ എടുക്കുന്ന കുറേ ആൾക്കാരെ കാണാൻ പറ്റും കേട്ടോ. നില ഉഴുതുന്ന മറ്റേ മെഷീനൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ വെച്ചിട്ട് ഉഴുതും മറിക്കുന്നുണ്ട്. നോർത്ത് ഈസ്റ്റിൻ്റെ സൗന്ദര്യം വേറെ തന്നെ കേട്ടോ. നോർത്ത് ഈസ്റ്റ് വേറെ ഒരു വൈബാണ്, നല്ല രസമാണ്. ഇവിടെയൊക്കെ ഓൾറെഡി മറ്റേ നെല്ലൊക്കെ നട്ട് വെച്ചിട്ടുണ്ട്. അതുപോലെ അവിടെ നടാൻ വേണ്ടിയിട്ട് അവർ ഉഴുതു മറിക്കുന്നുണ്ട്. നമ്മളെ മേഘാലയയിലുള്ള നമ്മളെ അണ്ണ ഇതാ ഇടുന്ന ഇഷ്ടംപോലെ ബൊലേറോ ഉണ്ട് കേട്ടോ. ഇവിടെ ഇഷ്ടംപോലെ നമ്മളെ മത്തങ്ങയില്ല, മത്തങ്ങ ഇഷ്ടംപോലെ കിട്ടും കേട്ടോ. മത്തങ്ങ ഭയങ്കര ഫേമസ് ആണ്. ഇത് നിറച്ച് മത്തങ്ങയാണ്. മത്തങ്ങ വാങ്ങാൻ എത്തനെ വിട്ടിട്ടുണ്ട്, എന്ത് വാങ്ങിയിട്ട് ഇതെന്ന് അറിയില്ല. നമ്മൾ പോകുന്നത് ഒരു ഹിൽ സ്റ്റേഷനിലേക്കാണ്. അപ്പോൾ ഹിൽ സ്റ്റേഷനിൽ പോയിട്ട് ഇവിടെ ഒരു 2-3 ദിവസം സ്പെൻഡ് ചെയ്യാനുള്ള പരിപാടി കേട്ടോ. നല്ല അടിപൊളി ഏരിയ ആണ്. നമ്മുടെ നാട് പോലെ തന്നെ കുറേ കവുങ്ങും മറ്റേ നെല്ലിൻ്റെ കൃഷി, അത് ഇത് നല്ല രസം. നമ്മുടെ നാടിൻ്റെ ഒരു പ്രത്യേക വൈബാണ്. ഇപ്പം മല കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അതിന് മുകളിൽ എത്തിയിട്ട് വേണം ബാക്കി എന്താണെന്ന് അറിയാൻ. പിന്നെ അവിടുത്തെ ചർച്ചിൽ മലയാളി മറ്റേ അച്ഛന്മാരെല്ലാം ഉണ്ടെന്നൊക്കെ പറയുന്ന കേട്ട്. ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ നല്ലത്. നല്ലൊരു ഫുഡ് കിട്ടിയാലായില്ലേ, നാട്ടിലെ ഫുഡ്. അണ്ണൻ മത്തങ്ങയില മേടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മളെ നാട്ടിൽ 50 ഉറുപ്പ്യ വലിയ സാധനം കേട്ടോ. ഇത് നമുക്കൊരു 4 പക്കായ ഉണ്ടാവും. 4 പക്കായ ഇല്ലടാ, ഉണ്ട്. ഇത് തന്നെ വെച്ചാൽ നമുക്ക് കറി അല്ലേ, 2 വട്ടം വെച്ച് തിന്നാം. അപ്പൊ ഇന്ന് മത്തനാണ് സ്പെഷ്യൽ. നമുക്ക് മത്തങ്ങ കേട്ടോ കറി. വരുന്ന വഴിക്ക് മത്തങ്ങ നമ്മൾ വാങ്ങുന്ന കണ്ടല്ലോ, ആ മത്തങ്ങ പകുതിയാക്കി മത്തങ്ങ കറി വെച്ചു. നാരങ്ങ അച്ചാറുണ്ട്, അതുപോലെ ഉണക്കമീനും ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇത് 3 ഇന്നത്തെ സ്പെഷ്യൽ. ഫുഡെല്ലാം കഴിച്ച് നമ്മൾ പിന്നെ യാത്ര തുടരുന്നു. കുറേ സമയം വർക്ക് ചെയ്തട്ടോ. ഇപ്പം വൈകുന്നേരമായി, ഒരു 3-4 മണിയായി. നമുക്കിനി ഒരു 3/4 മണിക്കൂർ കൂടെ ഓടാനുണ്ട് തുറയിലേക്ക്. തുറ എത്തിയിട്ട് കുറച്ച് സന്ധ്യാകുമ്പോൾ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരു ടെൻ്റ് അടിക്കാനുള്ള നല്ല സ്ഥലമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നല്ലതാണ്. അപ്പോൾ അത് ജസ്റ്റ് ചെക്ക് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് പയ്യെ കുറച്ച് നേരത്തെ ഇറങ്ങുവാണ്. എന്തായാലും നോക്കാം. നല്ല ഏരിയ കേട്ടോ, നമ്മുടെ നാടൊക്കെ പോലെ തന്നെ. ഞാൻ കാണിച്ചു തരാം. കേട്ടോ, നമ്മുടെ നാട്ടിലെ പോകുന്ന സെയിം ഒരു ഫീലാണ്. അതേപോലത്തെ റോഡുകൾ, ബിൽഡിങ്സ് ഒക്കെയാണ് കേട്ടോ. ഷില്ലോങ്ങിലേക്ക് 272 കിലോമീറ്റർ ഇവിടുന്നുണ്ട് കേട്ടോ. ഒടുവിൽ നമ്മളിതാ തുറ എത്തിയിരിക്കുകയാണ്. വെൽക്കം ടു തുറ. ബോർഡ് കാണാൻ പറ്റും. അപ്പോൾ ഇതാ നമ്മൾ തുറ എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. തുറയിലല്ല കേട്ടോ, തുറയിൽ ഇതായൊരു പെട്രോൾ പമ്പിൽ സൈഡാക്കി ഇത്ര സമയം പുറത്തിരുന്ന് വർക്ക് ചെയ്യായിരുന്നു. വർക്കെല്ലാം തീർത്ത് ഏകദേശം രാത്രി 10 മണി കഴിഞ്ഞ് പണിയെടുത്ത് മടുത്ത് പ്രാന്തായിട്ട് ഇവിടെ പെട്രോൾ പമ്പിൽ ഒന്ന് സൈഡാക്കി ഇവിടെ കിടക്കാനുള്ള പരിപാടിയാണ്. ഇവിടെ കിടന്നുറങ്ങുന്നു. രാവിലെ എണ്ണയൊക്കെ അടിച്ചിട്ട് നമ്മളിവിടുന്ന് അടുത്ത സ്പോട്ട് പിടിക്കും കേട്ടോ. ഈ ടൗണിൽ കാര്യമായിട്ട് കാണാനൊന്നുമില്ല. ടൗണിൽ നിന്ന് പിന്നെ നമുക്ക് തെറ്റി വേറെ സ്ഥലത്തേക്കാണ് പോയാലോ. ടൗണിൽ വലിയ കാര്യമായിട്ടൊന്നുമില്ല. 2 ചെറിയ വാട്ടർഫാൾസാണ്. ഓൾറെഡി ഞാൻ പോയി, വെള്ളമൊന്നുമില്ല, വളരെ കുറവാണ്, വലിയ കാര്യമായിട്ടൊന്നുമില്ല കേട്ടോ. ഇനി നമുക്ക് മേഘാലയയിലെ മെയിനായിട്ടുള്ള കുറേ സ്പോട്ടുകളുണ്ട്. ഓരോരോ സ്പോട്ടായിട്ട് പിടിക്കാം കേട്ടോ. ആകെ ക്ഷീണം പിടിച്ചു, പണിയെടുത്ത് പ്രാന്തായിട്ടോ. നല്ല വർക്ക് ലോഡ് ഉണ്ടായിരുന്നു. അപ്പോൾ പണിയെടുത്ത് കുറച്ചധികം സമയം കൂടിപ്പോകുന്നുണ്ടോ സംശയമുണ്ട്. അതാണ് അവസ്ഥ. കുഴപ്പമില്ല, വേറെ രക്ഷയൊന്നുമില്ല. അപ്പം എന്തായാലും എല്ലാവർക്കും ബൈ.